ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 3-ാം അധ്യായം ആദ്യ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അനന്തരം ഇയ്യോബ് വായി തുറന്നു തൻ്റെ ജന്മദിവസത്തെ ശപിച്ചു. ഇയ്യോബ് വായി തുറന്ന് തൻ്റെ ജന്മദിവസത്തെ ശപിച്ചു, ജനിച്ച ദിവസത്തെ ശപിച്ചു, തന്നെ ശപിച്ചു. വായി തുറന്ന് ഉച്ചത്തിലാണ് ശപിച്ചത്, ഉള്ളിലല്ല, ഹൃദയത്തിലല്ല, ഉച്ചത്തിൽ ശപിച്ചു. അനന്തരം ഇയ്യോബ് വായി തുറന്ന് തൻ്റെ ജന്മദിവസത്തെ ശപിച്ചു. ഇയ്യോബ് പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ ജനിച്ച ദിവസവും ഒരു ആൺ ഉൽപ്പാദിച്ചു എന്ന് പറഞ്ഞ രാത്രിയും നശിച്ചു പോകട്ടെ. ഞാൻ ജനിച്ച ദിവസം നശിച്ചു പോകട്ടെ, ഒരാൺകുട്ടി ജനിച്ചു എന്ന് പറഞ്ഞ ആ രാത്രിയും നശിച്ചു പോകട്ടെ. ആ നാൾ ഇരുണ്ടു പോകട്ടെ. ആ നാൾ ഇരുണ്ടു പോകട്ടെ. മേലിൽ നിന്ന് ദൈവം അതിനെ കടാക്ഷിക്കരുതേ. മേലിൽ നിന്ന് ദൈവം ആ ദിവസത്തെ കടാക്ഷിക്കരുതേ. പ്രകാശം അതിന്മേൽ ശോഭിക്കുകയും അരുതേ. പ്രകാശം ആ ദിവസത്തിന്മേൽ ശോഭിക്കുകയും അരുതേ. ഇരുളും അന്ധതമസും അതിനെ സ്വാധീനമാക്കട്ടെ. ഇരുളും അന്ധതമസും അതിനെ സ്വാധീനമാക്കട്ടെ. ഒരു മേഘം അതിന്മേൽ അമരട്ടെ. ഒരു മേഘം ആ ദിവസത്തിന്മേൽ വന്ന് അമരട്ടെ. പകലിനെ ഇരുട്ടാക്കുന്നതൊക്കെയും അതിനെ പേടിപ്പിക്കട്ടെ. പകലിനെ ഇരുട്ടുന്നതൊക്കെയും അതിനെ പേടിപ്പിക്കട്ടെ. ആ രാത്രിയെ കൂരിരുൾ പിടിക്കട്ടെ. ആ രാത്രിയെ കൂരിരുൾ പിടിക്കട്ടെ. അത് ആണ്ടിന്റെ നാളുകളുടെ കൂട്ടത്തിൽ സന്തോഷിക്കരുത്. ആണ്ടിന്റെ 365 ദിവസത്തിൽ ആ ദിവസം സന്തോഷിക്കാൻ ഇടവരാതിരിക്കട്ടെ. മാസങ്ങളുടെ എണ്ണത്തിൽ വരികയും അരുത്. ആ ദിവസം ഒരു മാസത്തിന്റെ എണ്ണത്തിൽ വരരുത്. അതെ, ആ രാത്രി മച്ചിയായിരിക്കട്ടെ. ആ രാത്രി എന്നേക്കും മച്ചിയായിരിക്കട്ടെ, വന്ധിയായിരിക്കട്ടെ. ഉല്ലാസഘോഷം അതിലുണ്ടാകരുത്. ആ ദിവസത്തിൽ ഉല്ലാസഘോഷം ഉണ്ടാകരുത്. മഹാസർപ്പത്തെ ഇളക്കുവാൻ സമർത്ഥരായി ദിവസത്തെ ശപിക്കുന്നവർ അതിനെ ശപിക്കട്ടെ. ദിവസങ്ങളെ ശപിക്കുന്നവർ അതിനെ ശപിക്കട്ടെ. അതിന്റെ സന്ധ്യാനക്ഷത്രങ്ങൾ ഇരുണ്ടു പോകട്ടെ. അതിന്റെ സന്ധ്യാനക്ഷത്രങ്ങൾ ഇരുണ്ടു പോകട്ടെ. അത് വെളിച്ചത്തിന് കാത്തിരുന്നു കിട്ടാതെ പോകട്ടെ. വെളിച്ചത്തിന് കാത്തിരുന്ന് അത് കിട്ടാതെ പോകട്ടെ. അത് ഉഷസിന്റെ കണ്ണിമ ഒരിക്കലും കാണരുത്. അത് പ്രകാശം പ്രഭാതം ഒരിക്കലും കാണരുത്. അത് എനിക്ക് ഗർഭദ്വാരം അടച്ചില്ലല്ലോ. കാരണം എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുവാൻ സാധിക്കാതെ പോയില്ലല്ലോ. അമ്മ എന്നെ പ്രസവിച്ചു പോയല്ലോ. അമ്മയുടെ ഗർഭദ്വാരം അടച്ചില്ലല്ലോ. എൻ്റെ കണ്ണിന് കഷ്ടം മറച്ചില്ലല്ലോ. എൻ്റെ കണ്ണിന് കഷ്ടം മറച്ചില്ലല്ലോ. ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാഞ്ഞത് എന്ത്? ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ പ്രാണൻ പോകാതിരുന്നത് എന്ത്? ഞാൻ ജനിച്ച് ആ നിമിഷം തന്നെ എൻ്റെ പ്രാണൻ പോകാതിരുന്നത് എന്താണ്? വീണ്ടും വായിക്കാം, 16-ാം വാക്യം. അല്ലെങ്കിൽ ഗർഭം അലസിപ്പോയിട്ട് കുഴിച്ചിട്ട് കളഞ്ഞ പിണ്ടം പോലെയും വെളിച്ചം കണ്ടിട്ടില്ലാത്ത പിള്ളകളെ പോലെയും ഞാൻ ഇല്ലാതെ പോകുമായിരുന്നു. ദൈവമേ, എനിക്ക് ആ ദിവസം വന്നത് ശപിക്കപ്പെട്ട ദിവസമാണ്. ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഞാൻ എന്തിനു ജനിച്ചു? ശപിക്കപ്പെട്ട ദിവസം, ശപിക്കപ്പെട്ട വ്യക്തി. എനിക്കെന്താണ് ഈ ശാപകരമായ അനുഭവങ്ങൾ വന്നത്? തന്നെ ശപിക്കുകയാണ്, തന്നെ പ്രാകുകയാണ്. ഞാൻ ജനിക്കാതിരിക്കുകയായിരുന്നു നല്ലത്. ദുരിതം പിടിച്ച ജീവിതത്തിൽ, ഭാരമേറ്റ് വലയുന്ന ജീവിതത്തിൽ ഒരു ഭക്തൻ തന്നെ ശപിച്ച് പറയുന്നു. ആരാണ് ഇയ്യോബ്? ദൈവഭക്തനായിരുന്നു, ദോഷമിട്ട് അകലുന്നവനായിരുന്നു, നേരുള്ളവനായിരുന്നു. തന്നെയുമല്ല, ഇയ്യോബ് ദൈവഭക്തനായിരുന്നു. ദൈവഭക്തനായിരുന്ന ഇയ്യോബ് ഇപ്പോൾ പറയുകയാണ്, ഞാൻ എന്തിനു ജനിച്ചു? ഞാൻ അന്ന് ചാപ്പിള്ളിയായി പോകാഞ്ഞതെന്താണ്? ഗർഭത്തിൽ വെച്ച് തന്നെ ഞാൻ മരിച്ചു പോകേണ്ടതല്ലായിരുന്നോ? എങ്കിൽ ഈ ദുരിതം അനുഭവിക്കേണ്ടായിരുന്നല്ലോ. ഞാൻ ജനിച്ച അന്ന് തന്നെ മരിച്ചു പോയാൽ എത്ര നന്നായിരുന്നു. എന്ത് ദുരിതം പിടിച്ച ജീവിതമാണ് ഞാൻ നയിക്കുന്നത്. ആകുലതയോടെ, ഹൃദയം നീറിപ്പുകഞ്ഞ് ദൈവഭക്തൻ പറയുന്ന വാക്കുകൾ സങ്കടം തോന്നും. നമുക്കത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ വ്യാകുലം തോന്നും. എന്താണ് ഇയ്യോബ് ഇങ്ങനെ പറഞ്ഞത്? ഒരു ദൈവഭക്തൻ പറയാവുന്ന വാക്കുകളാണോ ഈ പറഞ്ഞത്? ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവഭക്തന് നാവിൽ നിന്ന് വരാൻ പാടുണ്ടോ? ജീവിതത്തിൽ നിഷ്ഠയുള്ള ഒരു ദൈവദാസൻ, ദോഷം വിട്ട് അകലുന്നവനായ ഒരു ദൈവദാസൻ, കുറ്റമറ്റ് ജീവിച്ച ഒരു ദൈവദാസൻ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ഏങ്ങലടിച്ചുകൊണ്ട് പറയുകയാണ്, അയ്യോ, ഞാൻ മരിച്ചു പോകാൻ ഞാൻ എന്താണ്? ഇന്ന് പ്രിയപ്പെട്ടവരെ, അനേകരിങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അനേകർ ജീവിതത്തെ ശപിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, ജന്മത്തെ ശപിക്കുന്നവരുണ്ട്. ഞാൻ ആർക്കും വേണ്ടാത്തവനായി പോയല്ലോ, എനിക്ക് എന്താണ് ഇങ്ങനെ വന്നത്? അടിക്കടി ദുരിതങ്ങൾ, മേൽക്കുമേൽ യാതനകളും വേദനകളും, എന്നും പ്രശ്നങ്ങൾ. എനിക്ക് എന്തിങ്ങനെ വന്നു? ഞാനങ്ങ് ജനിച്ചപ്പോൾ തന്നെ മരിച്ചു പോയിരുന്നെങ്കിൽ, അല്ല എന്തെങ്കിലും ഒരു മാരകമായി അത്യാഹിതം വന്ന് ഞാൻ അങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ
ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഈ വാക്കുകളെ കേൾക്കുന്നവർ. സഹോദരങ്ങളെ, ജീവിതത്തിൽ വിരസതയായി, ജീവിതത്തിൽ യാതനയേറ്റ് ഉലയുന്നവരായി, കഷ്ടപ്പാടിൻ്റെയും ദുഃഖത്തിൻ്റെയും മ്ലാനതയുടെയും ചുഴിയിൽപ്പെട്ട് കറങ്ങുന്നവരായി, ജീവിതം ഭാരസങ്കുലമായി കഴിയുന്ന മനുഷ്യൻ, പ്രശ്നസങ്കീർണമായി ജീവിതത്തിൽ പ്രശ്നങ്ങളോട് ഏറ്റുമുട്ടി തകർന്നു പോകുന്ന മനുഷ്യൻ, ഏറെയേറെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമായി മനസ്സ് നൊന്ത് വിങ്ങുന്ന മനുഷ്യൻ സ്വയം ശപിക്കുകയാണ്. ശാപങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചു വരുന്നത്. ശാപങ്ങൾ, മനുഷ്യ ജീവിതത്തിലെ ശാപങ്ങൾ. ആഖാന് നേരിട്ടതായ ശാപത്തെക്കുറിച്ച് നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു. ആഖാന്. ഇന്ന് ഇയ്യോബ് സ്വയം ശപിക്കുന്നതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. കേൾക്കൂ, വേറൊരു വാക്യം നോക്കാം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നമുക്ക് വായിക്കാം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 20-ാം അധ്യായം 14-ാം വാക്യം. ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടിരിക്കട്ടെ, ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടിരിക്കട്ടെ, എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച ദിവസം അനുഗ്രഹിക്കപ്പെടാതിരിക്കട്ടെ, എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച ദിവസം അനുഗ്രഹിക്കപ്പെടാതിരിക്കട്ടെ. നിനക്ക് ഒരു മകൻ ജനിച്ചിരിക്കുന്നു എന്ന് എൻ്റെ അപ്പനോട് അറിയിച്ച് അവനെ ഏറ്റവും സന്തോഷിപ്പിച്ച മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. നിനക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു എന്ന് എൻ്റെ അപ്പനോട് അറിയിച്ച് അപ്പനെ ഏറ്റവും സന്തോഷിപ്പിച്ച മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. എൻ്റെ അമ്മ എൻ്റെ ശവക്കുഴിയും അവളുടെ ഗർഭപാത്രം എല്ലായ്പ്പോഴും നിറഞ്ഞതും ആയിരിക്കേണ്ടതിന് ആ മനുഷ്യൻ എന്നെ ഉദരത്തിൽ വെച്ച് കൊന്നുകളയായകൊണ്ട് അവൻ യഹോവ അനുദപിക്കാതെ ഉന്മൂലനാശം വരുത്തിയ പട്ടണങ്ങളെപ്പോലെ ആയിത്തീരട്ടെ. എൻ്റെ അമ്മ എൻ്റെ ശവക്കുഴിയായി തീർന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ഞാൻ മരിച്ചു പോയില്ലല്ലോ. എൻ്റെ അമ്മ എൻ്റെ ശവക്കുഴിയും അവളുടെ ഗർഭപാത്രം എല്ലായ്പ്പോഴും നിറഞ്ഞതും, എല്ലായ്പ്പോഴും അവളുടെ ഗർഭപാത്രം നിറഞ്ഞതും എന്ന് പറഞ്ഞാൽ എപ്പോഴും അവിടെ തന്നെ ചാപ്പിള്ളയായി ഞാൻ കിടക്കുന്നു. അങ്ങനെ എൻ്റെ അമ്മ എൻ്റെ ശവക്കുഴിയും അവളുടെ ഗർഭപാത്രം എല്ലായ്പ്പോഴും നിറഞ്ഞതുമായിരിക്കേണ്ടതിന് ആ മനുഷ്യൻ എന്നെ ഉദരത്തിൽ വെച്ച് കൊന്നുകളയായകൊണ്ട് അവൻ യഹോവ അനുദപിക്കാതെ ഉന്മൂലനാശം വരുത്തിയ പട്ടണങ്ങളെപ്പോലെ ആയിത്തീരട്ടെ. രാവിലെ അവൻ നിലവിളിയും ഉച്ചസമയത്ത് പോർവിളിയും കേൾക്കുമാറാകട്ടെ. രാവിലെയും ഉച്ചയ്ക്കുമെല്ലാം നിലവിളിയും കരച്ചിലും പോർവിളിയും തന്നെയായിട്ട് കലഹവും പിണക്കവുമായിട്ട് ആ ജീവിതം വരണ്ടു പോകട്ടെ, ആ ജീവിതം മുഷിഞ്ഞു പോകട്ടെ. കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം ലജ്ജയിൽ കഴിച്ചുകൂട്ടേണ്ടതിന് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന്? ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ടല്ലേ എനിക്ക് കഷ്ടവും സങ്കടവും അനുഭവിക്കേണ്ടി വന്നത്. ജീവകാലം ഞാൻ ലജ്ജയിൽ കഴിച്ചു കൂട്ടേണ്ടി വന്നിരിക്കുന്നു. ഞാൻ ലജ്ജിതനായി തീർന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, യിരെമ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ അഭിഷിക്തനായ പ്രവാചകനാണ്. യിരെമ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ കൃപയാൽ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ്. ഗർഭപാത്രത്തിൽ ഉരുവാകുമ്പോൾ തന്നെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ. യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 4-ാം വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം ദൈവത്തിൻ്റെ അരുളപ്പാട്. യിരെമ്യാവുണ്ടായ യഹോവയുടെ അരുളപ്പാട്. എന്താണ് അരുളപ്പാട്? യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകനുണ്ടായി. എനിക്കുണ്ടായത് എന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ, നിന്നെ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ജാതികൾക്ക് പ്രവാചകനായി നിന്നെ നിയമിച്ചിരിക്കുന്നു. അപ്പോയിൻമെന്റ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. നിന്നെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. യിരെമ്യാവ് ദൈവത്തോട് പറയും, കർത്താവേ, നീ എന്താണ് എന്നെ ഇങ്ങനെ നിയമിച്ചു എന്ന് പറയുന്നത്? ഞാനൊരു ബാലനല്ലേ? ഈ ബാല്യത്തിൽ ഇങ്ങനെയൊരു അരുളപ്പാട് കിട്ടാൻ എനിക്കെന്താ യോഗ്യത? എനിക്ക് കഴിവില്ലല്ലോ. ഞാനൊരു ബാലനല്ലേ? നീ എന്താണ് പറഞ്ഞത്? എന്നെ ഒരു പ്രവാചകനായി നിയമിച്ചു എന്ന്. ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരാളായി നീ എന്നെ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് നിയമിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. യിരെമ്യാവ് ദൈവത്തോട് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവം യിരെമ്യാവിനെ അഭിഷേകം ചെയ്യുകയാണ്. ഗർഭപാത്രത്തിൽ തന്നെ പ്രവാചകനായി അഭിഷേകം ചെയ്യപ്പെട്ട ദൈവദാസൻ. നിങ്ങൾക്കറിയാമോ, യിരെമ്യാവ് എന്ന ആ പേരിന് തന്നെ ഒരു അർത്ഥമുണ്ട്. യിരെമ്യാവ് എന്നുള്ള പേരിൻ്റെ അർത്ഥം വൺ ഹൂം ഗോഡ് അപ്പോയിൻറ്റ്സ്, ദൈവം നിയമിക്കുന്ന ഒരുവൻ. വൺ ഹൂം ഗോഡ് അപ്പോയിൻറ്റ്സ്, ദൈവം നിയമിക്കുന്ന ഒരു പുരുഷൻ. ദൈവം നിയമിക്കുന്ന ഒരാളാണ്. ദൈവം നിയമിച്ച ഒരാളാണ്. ഹൂം ഗോഡ് അപ്പോയിൻറ്റ്സ്, ദൈവം നിയമിക്കുന്ന ഒരാൾ. പ്രിയപ്പെട്ടവരെ, ദൈവം നിയമിച്ച ഒരാൾ എത്ര ഭാഗ്യകരമായ അനുഭവമാണ്. എന്നാൽ മുന്നോട്ട് വന്നപ്പോൾ പ്രവാചകൻ ഞെളിവിരിക്കൊള്ളുന്നു. പ്രവാചകൻ്റെ
പ്രവചനകാലങ്ങളിൽ രാജകൊട്ടാരത്തിൽ നിന്നും രാജാവിൻ്റെ അന്തഃപുരത്തുള്ളതായ പ്രഭുക്കളിൽ നിന്നും രാജാവിൻ്റെ സേനാ വിഭാഗങ്ങളിൽ നിന്നും എല്ലാം ഈ പ്രവാചകൻ്റെ മേൽ ആക്രമണങ്ങളുണ്ടായി. കഠിനമായി യാതനകൾ ഏൽക്കേണ്ടി വന്നു. രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന്, അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഈ പ്രവാചകന് ഉപദ്രവങ്ങളുണ്ടായി. അധികാര സ്ഥാനങ്ങൾ പ്രവാചകനെ കഠിനമായി പീഡിപ്പിച്ചു. പ്രവാചകൻ ഒരിടത്തുനിന്ന് ഒരിടത്തേക്ക് ഓടി, പക്ഷേ ഇസ്രായേൽ ദേശം വിട്ടു പോയില്ല. തൽക്കാലം അവിടെ ഓടി നടന്നു രക്ഷപ്പെടാൻ, പക്ഷേ വിട്ടുപോയില്ല. പട്ടിണിക്കിട്ടു, പ്രവാചകനെ ഞെരുക്കി, പ്രവാചകനെ കിണറിലേക്ക് എറിഞ്ഞിട്ടു, കുഴിയിലേക്കിട്ടു, പ്രവാചകനെ കഷ്ടപ്പെടുത്തി. പ്രവാചകൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് പിന്നെയും പ്രവചിക്കുകയാണ്, പിന്നെയും പറയുകയാണ്. എന്താണ് പറയുന്നത്? നാശം വരാൻ പോകുന്നു. അത് രാജാവിനും പ്രജകൾക്കും ഇഷ്ടപ്പെട്ടില്ല. നാശം വരാൻ പോകുന്നുവെന്നോ? ഞങ്ങൾ ദൈവഭക്തരല്ലേ? ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേക സ്നേഹമുള്ള ആളുകളല്ലേ? ദൈവത്തിൻ്റെ പ്രത്യേക വംശമല്ലേ? ഞങ്ങൾക്ക് നാശം വരുമെന്നാണോ നീ പറയുന്നത്? അന്ന് പശുഹൂർ എന്ന് പറയുന്ന ഒരു ഗെദല്യാവിൻ്റെ മകനായ പശുഹൂർ ഒരു പുരോഹിതനാണ്. പുരോഹിതൻ ഇരമ്യാവിൻ്റെ ചെകിട്ടത്തേക്ക് അടിച്ചു. ഇങ്ങനെയെല്ലാം പ്രസംഗിക്കാൻ നിന്നെ ആരയച്ചു? നിനക്ക് ഏതെങ്കിലും അഭിഷേകമുണ്ടോ? നിനക്ക് വല്ലയിടത്തും ദൈവത്തിന് എള്ളപ്പാട് പറയാനുള്ളതായ അധികാര കൽപ്പനയുണ്ടോ? ഇതൊക്കെ പറയാൻ നിനക്കെന്താണ് അവകാശം? ഇരമ്യാവിനെ അടിച്ചു. ഇരമ്യാവ് കവിള് തൂത്തുകൊണ്ട് ഇരമ്യാവ് പിന്നെയും പറഞ്ഞു, നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. ഈ നാട്ടിൽ നിന്ന് നിങ്ങളെല്ലാം മഹാപീഡയിലേക്ക് പോകാൻ പോകുന്നു. നിങ്ങളെ ബാബിലോണിയായിലെ നെബൂഖദ്നേസർ രാജാവ് അടിമകളായി പിടിച്ചുകൊണ്ട് പോകും. സ്വന്തം നാട് വിട്ട് നിങ്ങൾ പോകേണ്ടി വരും. ദൈവം എനിക്ക് അരുളപ്പാട് തന്നിരിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം എനിക്ക് അരുളപ്പാട് തന്നിരിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചാൽ ഭാഗ്യം. പശൂർ പുരോഹിതൻ പറഞ്ഞു, ഇങ്ങനെയൊന്നല്ല പ്രവചിക്കേണ്ടത്. ജനത്തിന് മധുരം കൊടുക്കണം, ജനത്തിന് പ്രോത്സാഹനം കൊടുക്കണം. നിങ്ങൾക്ക് നാശം വരും എന്നൊക്കെ പറയുന്നത് ജനത്തെ നെഗറ്റീവായിട്ട് തിരിക്കുന്ന വഴിയാണ്. ജനത്തിന് നെഗറ്റീവ് ചിന്താഗതിയല്ല കൊടുക്കേണ്ടത്. നിങ്ങൾ നശിക്കും, നിങ്ങൾ ക്ഷയിക്കും, നിങ്ങൾക്ക് അപകടം വരും എന്നൊക്കെ പറയുന്നത് ജനത്തിന് രുചികരമാവില്ല. നീ ഈ പ്രവചനം നിർത്തണം. പ്രവാചകൻ പറഞ്ഞു, ദൈവം എന്നെ ഏൽപ്പിച്ചത് പറയാതിരിക്കുന്നത് എങ്ങനെ? സ്വർഗത്തെ ദൈവം എന്നെ അപ്പോയിൻ്റ് ചെയ്തത്, ദൈവം എന്നെ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുമ്പോൾ തന്നെ എന്നെ അപ്പോയിൻ്റ് ചെയ്തത് സത്യവചനം പ്രസ്താവിക്കാനാണ്. എന്നെ ആരും നിയമിച്ചില്ലെങ്കിലും ഞാൻ വചനം പ്രസ്താവിക്കും. കാരണം എന്നെ നിയമിച്ചത് സ്വർഗത്തിൽ നിന്നാണ്. നിയമനോത്തരവ് സ്വർഗത്തിൽ നിന്നാണ്. പ്രവാചകൻ ഓടി നടന്ന് പറയാൻ തുടങ്ങി. യാതനകളുടെ മധ്യത്തിൽ പ്രവാചകൻ പറയാൻ തുടങ്ങി. പക്ഷേ പ്രവാചകൻ കണ്ണീരൊഴുക്കിക്കൊണ്ടാണ് പ്രവചിക്കുന്നത്. കരഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് നടന്നു, കരഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് യിരെമ്യാവിനെ കരയുന്ന പ്രവാചകൻ എന്ന് പറയുന്നത്. ലെമൻറ്റിങ് പ്രോഫറ്റ്, കരയുന്ന പ്രവാചകൻ. സഹോദരങ്ങളെ, സത്യം പറഞ്ഞാൽ ഇന്നും സത്യത്തിൻ്റെ നേരെ വാളോങ്ങും ചിലർ. സത്യം പ്രസ്താവിച്ചാൽ ഇന്നും സത്യത്തെ അടിച്ചമർത്താൻ നോക്കും ചിലർ. സത്യം പ്രസ്താവിച്ചാൽ സത്യത്തെ കുഴിച്ചു മൂടാൻ തുടങ്ങും ചിലർ. പക്ഷേ സത്യത്തെ എന്നേക്കും കുഴിച്ചു മൂടാൻ ഒക്കുകയില്ല. സത്യം ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. സത്യം ഉയർത്തെഴുന്നേൽക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, ഇന്ന് ജീവനുള്ള ദൈവത്തിന് അരുളപ്പാട് സ്വർഗത്തിൽ നേരിട്ട് വാങ്ങി മനുഷ്യർ കൊടുക്കാനുള്ള അഭിഷിക്തന്മാരുണ്ടാകേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകമുള്ള പ്രവാചകന്മാരുണ്ടാകേണ്ടിയിരിക്കുന്നു. കർത്താവേ, പ്രവാചക ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ, നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രവാചക ശബ്ദം ഞങ്ങൾക്ക് തരണമേ എന്ന്, പ്രവാചക സ്വരം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന്, പ്രവാചകന്മാർ എഴുന്നേൽക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അരുളപ്പാട് ദൈവത്തിൽ നേരിട്ട് പ്രാപിച്ച് ജനത്തിന് വിതരണം ചെയ്യുന്ന അനുഗ്രഹീത പുരുഷന്മാർ എഴുന്നേൽക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രവാചകൻ യിരെമ്യാ പ്രവാചകൻ കരഞ്ഞുകൊണ്ട് ഓടി നടന്നു. ലെമൻറ്റിങ് പ്രോഫറ്റ്, കരഞ്ഞുകൊണ്ട് ദേശമെങ്ങും സഞ്ചരിച്ചു. ദൈവത്തിന് സ്തോത്രം. 20-ാം അധ്യായത്തിൽ യിരെമ്യാ പ്രവാചക പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ കാണാം, പശുഹൂർ പുരോഹിതനാണ് പശുഹൂര് യിരെമ്യാവിനെ അടിച്ചു എന്ന് വായിക്കാം. 20-ാം അധ്യായം 1-ാം വാക്യം. എന്നാൽ യിരെമ്യാവ് ഈ കാര്യങ്ങളെ പ്രവചിക്കുന്നത് ഇമ്മേരിന്റെ മകനും യഹോവയുടെ ആലയത്തിന് പ്രധാന വിചാരകനുമായ പശൂർ പുരോഹിതൻ കേട്ടിട്ട് യിരെമ്യാ പ്രവാചകനെ അടിച്ചു. പശൂർ പുരോഹിതൻ ഇത് കേട്ടിട്ട് യിരെമ്യാ പ്രവാചകനെ അടിച്ചു. യഹോവയുടെ ആലയത്തിനരികെയുള്ള മേലത്തെ ബെന്യാമീൻ ഗോപുരത്തെങ്കിലെ ആമത്തിലിട്ട് പൂട്ടി. മേലത്തെ ഗോപുരത്തിൽ കൊണ്ടുപോയി ആമത്തിലിട്ട് പൂട്ടി. പിറ്റേന്നാൾ പശൂർ യിരെമ്യാവെ ആമത്തിൽ നിന്ന് വിട്ടപ്പോൾ യിരെമ്യാവ് അവനോട് പറഞ്ഞത്, യിരെമ്യാവ് ആമത്തിൽ നിന്ന് വിട്ടു. ഒരു ദിവസം വിട്ടു, ഒരു ദിവസമേ ബന്ധിച്ചിട്ടുള്ളൂ. ആമത്തിൽ നിന്ന് വിട്ടു. അപ്പോൾ യിരെമ്യാവ് പറയുകയാണ്, യഹോവ നിനക്ക് പശൂർ എന്നല്ല മാഗോർ മിസാബീബ് സർവത്ര ഭീതി എന്നത്രേ പേർ വിളിച്ചിരിക്കുന്നത്. എൻ്റെ പേര് ഇനി പശൂർ എന്നല്ല, സർവത്ര ഭീതി. നീ ഈ ജനത്തിന് മുഴുവൻ ഭീതി ഉളവാക്കുന്നവനാണ്, ജനത്തെ നശിപ്പിക്കുന്നവനാണ്. എന്നെ ചകിട്ടത്തടിക്കാം,
പക്ഷേ സ്വർഗത്തിലെ ദൈവത്തെ നിനക്ക് തൊടാൻ ഒക്കുകയില്ല. സ്വർഗത്തിലെ ദൈവം ഒരു അരുളപ്പാട് എനിക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ ജനത്തോട് പ്രസ്താവിക്കുകയാണ്. എന്നെ നിനക്ക് അടിക്കാം. ദൈവത്തിന് സ്തോത്രം. നിന്നെ ഇനി പശൂർ എന്നല്ല, നിന്നെ ഇനി സർവത്ര ഭീതി എന്നാണ് വിളിക്കേണ്ടത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യെരമ്യാ പറയുകയാണ്, നിന്നോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കണമോ? പറഞ്ഞു തരാം. ഞാൻ നിന്നെ നിനക്ക് തന്നെയും നിന്റെ സകല സ്നേഹിതന്മാർക്കും ഭീതിയാക്കി തീർക്കും. ഞാൻ നിനക്ക് തന്നെയും ഭീതിയാക്കി തീർക്കും. നിന്നെ നിനക്ക് തന്നെ ഭീതിയാക്കി തീർക്കും. നീ തന്നെ പേടിച്ച് അമരേണ്ടി വരും. അവർ ശത്രുക്കളുടെ വാൾ കൊണ്ട് വീഴും. നിന്റെ സ്നേഹിതന്മാർക്കും ഭീതി വരും. അവർ ശത്രുക്കളുടെ വാൾ കൊണ്ട് വീഴും. നിന്റെ സ്നേഹിതന്മാർ, ഇന്ന് നിനക്ക് പ്രോത്സാഹനം തരുന്നവർ, ഇന്ന് നിന്നെ ഉയർത്തിക്കൊണ്ട് പിടിച്ചുകൊണ്ട് നടക്കുന്നവർ, അവരെല്ലാം ശത്രുവിൻ്റെ വാൾ കൊണ്ട് വീഴാൻ പോകുന്നു. നിന്റെ കണ്ണ് അത് കാണും. നീ തന്നെ നേരിട്ടത് കാണും. എല്ലാ യഹൂദായെയും ഞാൻ ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ദൈവം പറയുന്നു, ഈ യഹൂദാ ദേശത്തുള്ളവരെല്ലാവരെയും ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ കയ്യിലേക്ക് ഞാൻ ഏൽപ്പിക്കാൻ പോവുകയാണ്. അവൻ അവരെ പിടിച്ച് ബാബേലിലേക്ക് കൊണ്ടുപോയി വാൾ കൊണ്ട് കൊന്നുകളയും. ഈ യഹൂദാ ദേശത്തുള്ള ജനങ്ങളെയെല്ലാം പിടിച്ചു കൊണ്ടുപോയി വാൾ കൊണ്ട് കൊല്ലും. നെബൂഖദ്നേസർ രാജാവ് അവരെല്ലാം വാളിന്റെ വായത്തിൽ കൊണ്ട് വെട്ടി വീഴ്ത്തും. ഈ നഗരത്തിലെ സകല നിക്ഷേപങ്ങളും അതിലെ സകല സമ്പാദ്യങ്ങളും സകല വിശിഷ്ട വസ്തുക്കളും യഹൂദ രാജാക്കന്മാരുടെ സകല ഭണ്ഡാരങ്ങളും ഞാൻ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കും. പുരാതന കാലം മുതലേയുള്ള യഹൂദ ജാതിക്കുള്ള ഭണ്ഡാരപ്പുരകളെല്ലാം ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ അവയെ കൊള്ളയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോകും. എന്നാൽ പശൂരെ, നീയും നിന്റെ വീട്ടിൽ പാർക്കുന്ന എല്ലാവരും പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. നീയും പോകേണ്ടി വരും. നിന്റെ വീട്ടിൽ പാർക്കുന്ന എല്ലാവരും പോകേണ്ടി വരും. ഈ മഹാനാശം നിനക്ക് നിന്റെ കുടുംബത്തിലുള്ളവർക്കും വരും. നീയും നിന്റെ വ്യാജ പ്രവചനം കേട്ട നിന്റെ സകല സ്നേഹിതന്മാരും ബാബേലിലേക്ക് ചെന്ന് അവിടെ വെച്ച് മരിക്കുകയും അവിടെ അടക്കപ്പെടുകയും ചെയ്യും. നീയും നിന്റെ വ്യാജ പ്രവചനം കേട്ട് നിന്റെ അനുയായികളായി വന്നവരെല്ലാവരും ബാബേലിലേക്ക് പോയി അവിടെ വെച്ച് മരിച്ച് അടക്കപ്പെടും. യഹോവേ, നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോവുകയും ചെയ്തു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും യിരെമ്യാവിനൊരു ഭീതി. ഇനി എനിക്ക് എന്താ വരാൻ പോണേ? ഇത്രയൊക്കെ ഞാൻ സത്യം പറഞ്ഞിട്ടും ഇത്രയും വലിയ എതിർപ്പല്ലേ എനിക്ക് എൻ്റെ ആളുകളിൽ നിന്ന് വരുന്നത്? എൻ്റെ സ്വന്തക്കാരൻ ഇത്രയും വലിയ എതിർപ്പല്ലേ എനിക്ക് വരുന്നത്? എനിക്ക് പ്രോത്സാഹനം തരേണ്ടവരായ ആളുകളല്ലേ എന്നെ എതിർക്കുന്നത്? ഞാൻ നന്മ മാത്രമല്ലേ പറഞ്ഞുള്ളൂ, ഞാൻ ദൈവത്തിൻ്റെ അരുളപ്പാടല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. യിരെമ്യാവിന് ഒരു മടുപ്പ്, യിരെമ്യാവിന് ഒരു ഭാരം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, യിരെമ്യാവ് തളർന്നുപോയി. ജീവൻ്റെ വചനം പറഞ്ഞ് ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിച്ച് ദൈവപുരുഷന് ശത്രുവിൻ്റെ ആക്രമണമേറ്റപ്പോൾ വാട്ടം വന്നു, ക്ഷീണം വന്നു, തളർച്ച വന്നു. കാരണം പറഞ്ഞതെല്ലാം ശത്രുവിനോടുള്ള ഏറ്റുമുട്ടലാണ്, ദുരാത്മാക്കളോടുള്ള യുദ്ധമാണ്. ദുരാത്മാക്കളാണ് പശൂർ പുരോഹിതൻ്റെയും അവൻ്റെ പിണിയാളുകളുടെയും പിന്നിൽ നിന്നുകൊണ്ട് യിരെമ്യാവിനെ എതിർത്തത്. അത് ആ ശത്രുവിനുള്ളതായ പോരാട്ടത്തിൽ യിരെമ്യാവ് തളർന്നുപോയി. ശക്തിയേറിയ അരുളപ്പാടുകൾ പറഞ്ഞപ്പോൾ യിരെമ്യാവ് എന്ന് പറയുന്ന മനുഷ്യൻ തളർന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവർ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്. ശത്രുവിനോടുള്ളവരെ ഏറ്റുമുട്ടലിലാണ് നാം ഓരോരുത്തരും. ശത്രുവായ പൈശാചിനുള്ള ഏറ്റുമുട്ടലാണ്. തളർന്നു പോകും, ചിലപ്പോൾ വാടിപ്പോകും, ചിലപ്പോൾ നിരാശ വന്നു പോകും. നാമും സാധാരണ മനുഷ്യരല്ലേ? ദൈവത്തിൻ്റെ വചനം പറയുന്നവരായി നാം വെറും സാധാരണ മനുഷ്യരല്ലേ? വചനം ദൈവത്തിൻ്റേതാണ്, പക്ഷേ പറയും നാമോ ബലഹീന മനുഷ്യരാണ്. നമുക്ക് നമ്മുടേതായ ബലഹീനതകളുണ്ട്, നമ്മുടേതായ പോരായ്മകളുണ്ട്. നാം ആരും തികഞ്ഞവരല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. എല്ലാ ദേശങ്ങളിലുള്ള ദൈവമക്കൾ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത് കേൾക്കൂ, ശ്രദ്ധിച്ചു കേൾക്കൂ. നാം എല്ലാം സാധാരണ മനുഷ്യരാണ്. നാം ജഡീക പ്രകൃതിയുള്ളവരാണ്. നാം ആരും തികഞ്ഞവരല്ല. വേലയിൽ ദുരാത്മാക്കളുള്ള ഏറ്റുമുട്ടലിൽ നമുക്ക് ചിലപ്പോൾ തളർച്ച വരാം, ചിലപ്പോൾ നിരാശ വരാം, ചിലപ്പോൾ മടുപ്പ് വരാം, ചിലപ്പോൾ നാം അവസരമായി വീണുപോയി എന്ന് വരാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്താണ് ഉണ്ടായത്? യിരെമ്യാവ് തളർന്നുപോയി. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാവ് പറയുകയാണ്, യഹോവേ, നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോവുകയും ചെയ്തു. കർത്താവേ, നീ എന്നെ നിർബന്ധിച്ചല്ലേ ഞാൻ ഈ വേല ഏറ്റെടുത്തത്? നീ എന്നെ സമ്മതിപ്പിച്ചതല്ലേ? ഞാനങ്ങ് സമ്മതിച്ചു പോയതല്ലേ? എൻ്റെ മേൽ നീ നിക്ഷേപിച്ച ഈ വേല നീ എന്നെ ഏൽപ്പിച്ചതുകൊണ്ട് ഞാൻ സമ്മതിച്ചു പോയതല്ലേ? നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോവുകയും ചെയ്തു. നീ ബലം പ്രയോഗിച്ച് ജയിച്ചിരിക്കുന്നു. വേണ്ട വേണ്ട, എന്നെക്കൊണ്ട് വയ്യ കർത്താവേ എന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്നിട്ട് നീ ബലം പ്രയോഗിച്ച് എന്നെ നിൻ്റെ വേലയ്ക്കാക്കി. നീ ബലം പ്രയോഗിച്ച് നീ ജയിച്ചിരിക്കുന്നു. അങ്ങനെ നീ എൻ്റെ വേലയ്ക്കാക്കിയിരിക്കുന്നു. ഞാൻ ഇടപെടാതെ പരിഹാസ വിഷയമായിരിക്കുന്നുവല്ലോ. കർത്താവേ, ഞാൻ സോറി ഫിഗറായിപ്പോയല്ലോ, ഞാൻ അവഗണിതനായിപ്പോയല്ലോ, ആർക്കും വേണ്ടാത്തനായിപ്പോയല്ലോ, എല്ലാവരും എന്നെ പരിഹസിക്കുന്നല്ലോ, ഞാൻ പരിഹാസ വിഷയമായി പോയല്ലോ, ഞാൻ ഇടപെടാതെ പരിഹാസ വിഷയമായിരിക്കുന്നു. എല്ലാവരും എന്നെ പരിഹസിക്കുന്നു. എല്ലാവരും എന്നെ പരിഹസിക്കുന്നു. എൻ്റെ കർത്താവേ, എനിക്ക് എന്താ ഇങ്ങനെ വന്നത്?
എല്ലാവരും എന്നെ പരിഹസിക്കുന്നു. എനിക്ക് അനുകൂലമായൊരു വാക്ക് പറയാൻ ആരുമില്ല. സകലരും എന്നെ തിരിച്ചിരിക്കുന്നു. എന്നെക്കുറിച്ചൊരു നല്ല വാക്ക് പറയാൻ ഈ ലോകത്ത് ആരുമില്ല കർത്താവേ. ഞാൻ ഈ കഷ്ടപ്പാട് സഹിച്ച് ഞാൻ ഈ ഓടി നടക്കുന്നത് ഞാൻ നിനക്ക് വേണ്ടിയല്ലേ അധ്വാനിക്കുന്നത്. ഈ ജനത്തിനല്ലേ അതിൻ്റെ പ്രയോജനം കിട്ടുന്നത്. പക്ഷേ അവരെല്ലാം എന്നെ പരിഹസിക്കുകയാണല്ലോ, അവരെല്ലാം എന്നെ ആക്ഷേപിക്കുകയാണല്ലോ. ദൈവത്തിന് സ്തോത്രം. സംസാരിക്കുമ്പോഴൊക്കെയും ഞാൻ നിലവിളിച്ചു. സാഹസത്തെയും ബലാത്കാരത്തെയും കുറിച്ച് ആവലാതി പറയേണ്ടി ഞാൻ വരുന്നു. തിരുവുമ്പാവെന്ന് പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴെല്ലാം എന്നെ ആക്ഷേപിച്ചവരെക്കുറിച്ചും എന്നെ പരിഹസിച്ചവരെക്കുറിച്ചെല്ലാം ആവലാതി പറയേണ്ടി വന്നിരിക്കുന്നു. എനിക്ക് നിൻ്റെ സന്നിധിയിലേക്ക് ഹൃദയം പകരാൻ പറ്റാതെ ഉള്ളിൽ ആവലാതികൾ പൊന്തി വരുന്നു. സകലരും എന്നെ വെറുക്കുന്നല്ലോ എന്ന്, സകലരും എന്നെ അറപ്പോടെ കാണുന്നല്ലോ എന്ന് എൻ്റെ ഹൃദയത്തിൽ വേദന വന്നു പോകുന്നു. അങ്ങനെ യഹോവയുടെ വചനം എനിക്ക് ഇടവിടാതെ നിന്ദയ്ക്കും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. നിൻ്റെ വചനമല്ലേ ഞാൻ പറയുന്നത്. നിൻ്റെ വചനം എനിക്ക് ഇടപെടാതെ നിന്ദയ്ക്കും പരിഹാസത്തിനും ഹേതുവായി പോയല്ലോ. ഇനി ഞാൻ അവനെ ഓർക്കുകയില്ല, അവൻ്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ? അത് എൻ്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ഞാൻ സഹിച്ചു തളർന്ന് എനിക്ക് വഹിയാതിയായി. ഇനി ഞാൻ ഈ ദൈവത്തെ ഓർക്കില്ല. വേണ്ട, ഈ ദൈവവേല ചെയ്ത് ഇത്രയും വലിയ ആക്ഷേപമൊക്കെ ഏറ്റു. ഞാൻ എന്നെക്കൊണ്ട് വയ്യ. ഇനി ഞാൻ ദൈവത്തെ ഓർക്കുന്നില്ല. ഞാൻ അവനെ ഓർക്കുകയില്ല, അവൻ്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് ഞാൻ പറഞ്ഞാലോ? അതങ്ങനെ പറഞ്ഞു എന്നിരിക്കട്ടെ. അങ്ങനെ ഞാൻ ചിലപ്പോൾ മടുത്തു പോയിട്ടുണ്ട്. ഇനി വയ്യ, വേല ചെയ്യണ്ട, വല്ലയിടത്തും അടങ്ങിയൊക്കെ ഇരിക്കാം, എനിക്ക് ദൈവമേ സ്തുതി എന്ന് പറഞ്ഞ് സ്തുതിച്ചുകൊണ്ടിരുന്നാൽ മതിയല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ ദൈവവേലയ്ക്ക് ഇറങ്ങിയിരുന്നുകൊണ്ടല്ലേ ഈ ആക്ഷേപമൊക്കെ വരുന്നത്. അങ്ങനെ വന്നാൽ അങ്ങനെ ഞാൻ സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞാലോ? അത് എൻ്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ എനിക്ക് വയ്യ, എനിക്ക് അടങ്ങിയിരിക്കാൻ വയ്യ. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ ആവേശം പൊന്തുന്നു, ആവേശം പൊന്തി വരുന്നു. ഞാൻ ഇനി മിണ്ടുകയില്ല, ദൈവത്തിന് വേണ്ടി മിണ്ടുകയില്ല, ദൈവവചനം പറയുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ മാറിയിരുന്നാലോ? എനിക്ക് സഹിക്കാൻ വയ്യ. എൻ്റെ അസ്ഥികളിൽ തീ കത്തുന്ന പോലെയാകുന്നു. എൻ്റെ അസ്ഥികളിൽ ആവേശം പൊന്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഇരമ്യാവ് വലഞ്ഞു, ഇരമ്യാവ് വിഷമിച്ചു. ഇയ്യോബ് തന്നെ ശപിച്ചു, ഇരമ്യാവും തന്നെ ശപിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ പക്ഷേ ദൈവവേലയെക്കുറിച്ചായിരിക്കില്ല ഈ ആക്ഷേപങ്ങൾ സഹിക്കുന്നത്. ജീവിതത്തിൽ അനേകം കുറ്റാരോപണങ്ങളിൽപ്പെട്ട് ഉള്ളിൽ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടാകും. നിങ്ങൾ അറിയാത്ത കുറ്റങ്ങൾ നിങ്ങളുടെ മേൽ ആരോപിക്കുന്നതുകൊണ്ട് മനസ്സ് നൊന്ത് വലയുന്ന ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടായിരിക്കും. കുടുംബത്തിൽ ക്ലേശം വന്നതുകൊണ്ട് ഞാൻ എന്തിനു ജീവിക്കുന്നു ചിന്തിക്കുന്ന ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടാകും. കുടുംബത്തിൽ തന്നെ, സ്വന്തം കുടുംബത്തിൽ ഭാര്യ അവിശ്വസിക്കുകയും എതിർക്കുകയും സംശയിക്കുകയും ചെയ്യുന്നതുകൊണ്ട് മനം നൊന്ത് കഴിയുന്ന ഭർത്താക്കന്മാരുണ്ടായിരിക്കും. ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ, ഒരു സ്നേഹത്തിൻ്റെ ആളിനും എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് ഹൃദയത്തിൽ നൊന്തുകൊണ്ട് സ്നേഹത്തിന് വേണ്ടി കൊതി പൂണ്ടിരിക്കുന്ന ഭാര്യമാരുണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവമേ, എൻ്റെ കുടുംബം എന്നിങ്ങനെ മുടിഞ്ഞു പോയല്ലോ, എൻ്റെ മക്കൾ നാനാവിധമായി പോയല്ലോ, മനസ്സ് വിങ്ങിക്കൊണ്ടിരിക്കുന്നവരുണ്ടാകും. പ്രിയപ്പെട്ടവരെ, തന്നെ ശവിച്ചുകൊണ്ടിരിക്കുന്നവർ, എനിക്ക് മക്കൾ ഉണ്ടാകേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കുന്നവർ, എൻ്റെ കർത്താവേ, എൻ്റെ മക്കൾ എനിക്ക് നാശവും ശാപവുമായി തീർന്നല്ലോ എന്ന് മനസ്സ് നൊന്ത് വിങ്ങിക്കഴിയുന്നവർ, മക്കളെ ഓർത്ത് ആവലാധിപ്പെട്ട് കഴിയുന്നവർ, ചെറുപ്രായത്തിൽ തന്നെ മക്കളിൽ നിന്ന് വേദനാകരമായ അനുഭവങ്ങൾ വന്നതുകൊണ്ട് മനസ്സ് നൊന്ത് വിങ്ങിക്കഴിയുന്നവർ ഇല്ലേ? ചിന്തിച്ചു നോക്കൂ. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്തിനു ജനിച്ചു, ഞാൻ എന്തിനു ജീവിക്കണം, മനസ്സ് വിങ്ങിക്കഴിയുന്നവർ, രോഗത്തിൻ്റെ ഭീകരമായ ആക്രമണത്തിൽ ശരീരത്തിൽ വ്യാധി വന്നതുകൊണ്ട്, ശരീരത്തിൽ ദുർവ്യാധി കൊണ്ട് ജീവിതം തകർന്ന് നിരാശയിലാണ്ട് തന്നെ ശപിക്കുന്നവർ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സ്നേഹിതരെ ഞാൻ പറയട്ടെ, തന്നെത്താൻ ശപിക്കുന്നവരായി ആരെല്ലാം അവിടെയുണ്ടോ? നിങ്ങൾ കേൾക്കൂ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ഗലാത്യലേഖനം 2-ാം അധ്യായം 13-ാം വാക്യം. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി. ശാപത്തിൽ നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ ക്രിസ്തു ശാപമായി കുരിശുമേൽ കിടന്നു. ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് ഇപ്പോൾ കേൾക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ മടുപ്പും, നിങ്ങളുടെ ജീവിതത്തിലെ വിഷാദവും, നിങ്ങളുടെ ജീവിതത്തിലെ മ്ലാനതയും, നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും, നിങ്ങളുടെ ജീവിതത്തിലെ യാതനകളുമെല്ലാം മാറ്റി നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ഭാവി കാലം തരാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശാപമെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഇതാ യേശുക്രിസ്തു കുരിശിന്മേൽ കിടക്കുന്നു. അവനിലേക്ക് നിങ്ങൾ നോക്കുമോ? സ്നേഹത്തിൻ്റെ സ്വർഗീയ ഭണ്ഡാരമായ കർത്താവായ യേശുക്രിസ്തു, സ്നേഹസാമ്രാജ്യത്തിൻ്റെ അധിപതിയായ കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ അരികിലേക്ക് വന്ന്, ആരും നിങ്ങളെ സ്നേഹിക്കാനില്ലെങ്കിലും മോനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, മോളെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പറഞ്ഞുകൊണ്ട് അരികത്ത് ചേർന്നിരിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾ കാണൂ. നമുക്ക് വേണ്ടി ശിക്ഷയേറ്റവൻ, നമുക്ക് വേണ്ടി ശാപമായി തീർന്നവൻ, നമുക്ക് വേണ്ടി ലജ്ജയേറ്റവൻ, നമുക്ക് വേണ്ടി നിന്ദാവിഷയമായി തീർന്നവൻ, നമുക്ക് വേണ്ടി ആക്ഷേപപാത്രമായി തീർന്നവൻ കർത്താവായ യേശുക്രിസ്തു കുരിശിന്മേൽ കിടക്കുന്നു. എനിക്ക് വേണ്ടി ആക്ഷേപം സഹിച്ച യേശുവേ,
എനിക്ക് വേണ്ടി തുപ്പലേറ്റ യേശുവേ, എനിക്ക് വേണ്ടി രക്തം ചിന്തി യേശുവേ, എനിക്ക് വേണ്ടി കന്നത്തടിയേറ്റ യേശുവേ, ഞാനിതാ എന്നെ തന്നെ ഇതിൻ്റെ പാതപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. നിന്ദിതനും വിഷാദമഗ്നനുമായി ഞാനിതാ വന്നിരിക്കുന്നു. എന്നാൽ നാഥ, മുഖം തെളിഞ്ഞവനായി എനിക്ക് എഴുന്നേൽക്കണം. അതിന് ഞാൻ തിരുമുഖത്തേക്ക് നോക്കുന്നു. എൻ്റെ കർത്താവേ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുന്ന അപ്പോസ്തലൻ പറഞ്ഞല്ലോ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുന്നാണല്ലോ എബ്രായ ലേഖനം 12 അപ്പോസ്തലൻ പറയുന്നത്. നാഥ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ച യേശുവിനെ ഞാൻ കാണുന്നു. ഞാൻ നോക്കുന്നു ക്രൂശിലേക്ക്, ഞാൻ നോക്കുന്നു രക്ഷയും സങ്കേതത്തിലേക്ക്, ഞാൻ നോക്കുന്നു ആക്ഷേപപാത്രമായി കിടക്കുന്ന ക്രൂശിലേക്ക്, ഞാൻ നോക്കുന്നു ശിക്ഷാപാത്രമായി ആ ഏറ്റവും ഹീനമായ ശിക്ഷ ഏറ്റുകൊണ്ട് കുരിശിൽ കിടന്ന് പിടയുന്ന ക്രിസ്തുവിലേക്ക്. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നാഥ, എൻ്റെ ലജ്ജ മാറ്റുവാൻ നീ ലജ്ജിതനായി കുരിശുമേൽ കടന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഇനിതാ എന്നെ തന്നെ നിനക്ക് തരുന്നു. എൻ്റെ ഹൃദയം നിനക്ക് തുറക്കുന്നു. എന്നെ കൈക്കൊള്ളണമേ, എന്നെ സ്വീകരിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദിവ്യ സ്നേഹത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ലജ്ജ മാറ്റുവാൻ കുരിശിൽ ലജ്ജിതനായി കിടന്ന യേശുവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ ഇപ്പോൾ കൈക്കൊള്ളണമേ. കുരിശിൽ ആണിയടിച്ച് തകർന്നതായ കരം, ഇപ്പോൾ തിരുരക്തം പുരണ്ട കരം നീട്ടി ഞങ്ങളുടെ ശിരസിൽ വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ വാഴ്ത്തണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, നിത്യരാജ്യത്തിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹോന്നത നാമത്തിൽ തന്നെ. ആമീൻ.